നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജിയാണ്. 1908, Alexis Carrel first reported the study of transplantation. He interchanged kidney in a cat. അലക്സിസ് കാരലാണ് ആദ്യമായി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. അതും 1908 അദ്ദേഹത്തിൻ്റെ കാറ്റിലെ കിഡ്നിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കിയത്. First human kidney transplant attempted in 1935 by Russian surgeon. ആദ്യത്തെ ഹ്യൂമൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഫസ്റ്റ് ശ്രമം നടത്തിയത് 1935 റഷ്യൻ സർജൻ ആണ്. പക്ഷെ അദ്ദേഹം ഫെയിൽ ആവാണ് ഉണ്ടായത്. കാരണം ബ്ലഡിന്റെ മിസ്മാച്ച് വഴിയാണ് അത് ഫെയിൽ ആയിട്ടുള്ളത്. ഫസ്റ്റ് സക്സസ്ഫുൾ ഹ്യൂമൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഡൺ ബൈ ജോസഫ് മുറെ ഇൻ ബോസ്റ്റൺ. ആദ്യത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ് ആയിട്ടുള്ളത് ജോസഫ് മുറയുടെയാണ്. ബോസ്റ്റണിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഹി ട്രാൻസ്പ്ലാന്റ് കിഡ്നി ബിറ്റ്വീൻ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസിന്റെ കിഡ്നിയാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. 3 years later, ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ബിറ്റ്വീൻ നോൺ ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസ്. 3 വർഷത്തിന് ശേഷം നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെയും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നോക്കി. അത് സക്സസ് ആയിരുന്നു. Nowadays, transfer of various organ and tissue between individuals are high rate of success. പക്ഷേ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗൻസും ടിഷ്യൂസും ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഹൈ റേറ്റ് ഓഫ് സക്സസ് ആണ് ഇപ്പോൾ ഉള്ളത്. Today, supply of organs are provided by accidental victims. In some cases, other cases it is available from living donors. ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട ഓർഗൻസ് നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ ചില ആക്സിഡൻ്റൽ വിക്ടിംസിൽ നിന്നാണ് ലഭിക്കുക. അല്ലെങ്കിൽ സാധാരണ ലിവിങ് ആയിട്ടുള്ള ഡോണേഴ്സിൽ നിന്നും അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആവശ്യമുള്ള ഓർഗൻസ് തരാറുണ്ട്. ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഡിലേ ഓർ പ്രിവെന്റ് റിജക്ഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻസ് ബട്ട് ദേ ഹാവ് സൈഡ് ഇഫക്റ്റ്. എപ്പോഴും നമ്മുടെ ബോഡി പുതിയതായിട്ടൊരു ഓർഗനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള ഏജൻസ്, അതായത് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കും ആ റിജക്ഷനെ എതിർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് എപ്പോഴും സൈഡ് ഇഫക്റ്റിനുള്ളൊരു സാധ്യതയുണ്ട്. ഓട്ടോഗ്രാഫ്റ്റ്, സെൽഫ് ടിഷ്യൂ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി സൈറ്റ് ടു അനദർ സൈറ്റ് ഇൻ എ സെയിം ഇൻഡിവിജ്വൽ. ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ബോഡിയിലെ തന്നെ ഒരു ടിഷ്യൂ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്കിൻ, അതായത് ബേൺഡ് ഏരിയയിൽ നിന്നുള്ള സ്കിന്നിനെ മാറ്റി ബോഡിയുടെ വേറൊരു ഭാഗത്തു നിന്ന് സ്കിൻ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടായാൽ, കൊറോണറി ആർട്ടറി ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാലും സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആർട്ടറി മാറ്റിവെക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസോഗ്രാഫ്റ്റ് ആണ്. ഗ്രാഫ്റ്റ് ബിറ്റ്വീൻ ജെനറ്റിക്കലി ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസ്. ഇവിടെ ജെനറ്റിക്കൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെയാണ് ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസ് നിന്നാണ് മാറുന്നതിനെയാണ് ഐസോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അലോഗ്രാഫ്റ്റ്, ടിഷ്യൂ ഓർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ബിറ്റ്വീൻ ടു ജെനറ്റിക്കലി ഡിസിമിലർ ആനിമൽസ് ഓഫ് ദി സെയിം സ്പീഷീസ്. അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സ്പീഷീസിലുള്ള ആളുകളിൽ നിന്ന് ഓർഗനോ ടിഷ്യൂവോ മാറ്റുന്നതിനെയാണ് അലോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ജെനറ്റിക്കലി ഡിസിമിലർ ആയിരിക്കും. സീനോഗ്രാഫ്റ്റ്, ടിഷ്യൂ ട്രാൻസ്ഫർഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. സീനോഗ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെയാണ് ഓർഗൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് സീനോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓട്ടോഗ്രാഫ്റ്റ് ആൻഡ് ഐസോഗ്രാഫ്റ്റ് ആർ യൂഷ്വലി ആക്സെപ്റ്റഡ് ബിക്കോസ് ജെനറ്റിക് ഐഡന്റിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് റെസിപ്പിയൻറ്റ്. ഓട്ടോഗ്രാഫും ഐസോഗ്രാഫ്റ്റും മെയിനായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ജെനറ്റിക് ഐഡന്റിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് കൂടുതലായിട്ട് ഈ രണ്ട് മെത്തേഡും ഉപയോഗിക്കുന്നത്. അലോഗ്രാഫ്റ്റ് ഈസ് ജെനറ്റിക്കലി ഡിസിമിലർ ടു ദി ഹോസ്റ്റ്. സംടൈംസ് ഇറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഫോറിൻ ബൈ ഇമ്മ്യൂൺ സിസ്റ്റം. അലോഗ്രാഫ്റ്റിൻ്റെ കേസിലാണ്, അതായത് ജെനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നാണ് ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ആ ഫോറിൻ ആയിട്ട് വരുന്ന ആ പാർട്ടിനെ എപ്പോഴും നമ്മുടെ സ്വന്തം ബോഡി റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സീനോഗ്രാഫ് എക്സിബിറ്റ് ഷോ വിഗറസ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. സീനോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസിൽ നിന്ന് തന്നെ മാറ്റിയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്
കൂടുതലായിട്ട് ഗ്രാഫ്റ്റ് റിജക്ഷനുള്ള സാധ്യതയുണ്ട്. സ്കിൻ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഫാസ്റ്റർ ദാൻ അതർ ടിഷ്യൂസ് സച്ച് ആസ് കിഡ്നി ഓർ ഹാർട്ട്. സാധാരണ ഇൻഡിവിജ്വൽസിലെ സ്കിൻ ഗ്രാഫ്റ്റ് റിജക്ഷൻ ആണ് ഫാസ്റ്റർ ആയിട്ട് പെട്ടെന്ന് നടക്കുന്നത്. ബാക്കിയുള്ള റിജക്ഷന് കുറച്ചും കൂടി ടൈം എടുക്കും. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഡിവൈഡഡ് ഇൻറ്റു ടു. ഗ്രാഫ്റ്റ് റിജക്ഷനെ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻസിറ്റൈസേഷൻ സ്റ്റേജ് എന്നും ഇഫക്റ്റഡ് സ്റ്റേജ് എന്നും. സെൻസിറ്റൈസേഷൻ സ്റ്റേജിലെ T സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇഫക്റ്റഡ് സ്റ്റേജിലെ അതിനെ അറ്റാക്ക് ചെയ്ത് ഗ്രാഫ്റ്റിനെ അറ്റാക്ക് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് സപ്രസ്ഡ് ബൈ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് റിജക്ഷനെ നമ്മൾ സപ്രസ് ചെയ്യുന്നുണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ മെത്തേഡ്. In future, shortage of organs availability for transplantation overcome by non-human species. ഭാവിയിൽ നമുക്ക് ഓർഗൻസിന്റെ അവൈലബിലിറ്റി ഇപ്പൊ തന്നെ കുറവാണെന്നറിയാം. അങ്ങനെ വരുമ്പോൾ സീനോഗ്രാഫ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സ്പീഷീസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു വിദൂര സാധ്യതയും കൂടി ഭാവിയിൽ നടക്കാം എന്ന് പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.